ഞാൻ 82-ലാണ് ആദ്യമായിട്ട് മോഹൻലാലിനെ കാണുന്നത്. അന്ന് ചെന്നൈയിൽ വെച്ച് കർപ്പകം സ്റ്റുഡിയോയിൽ തിരനോട്ടം എന്ന സിനിമയിൽ ഞാൻ നായികയ്ക്ക് ശബ്ദം കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. ആ വ്യക്തി പിന്നീട് ഞാൻ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് നോക്കത്ത ദൂരത്താണ് പിന്നെ കാണുന്നത്. അപ്പോഴേക്ക് എന്നോട് വന്ന് അന്ന് ചോദിച്ചു, എന്നെ ഓർമ്മയില്ലേ? ആ വളർച്ച കണ്ടുകൊണ്ടിരിക്കുക, ആസ്വദിക്കുകയാണ്, അഭിമാനിക്കുന്നത്. ആ വിടമാട്ടെ വിടമാട്ടെ എന്ന് സണ്ണിയോട് ആ ചോദിക്കുന്ന ആ നിമിഷങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? ആ ഒരു സിനിമയും മണിച്ചിത്രത്താഴ് പോലത്തെ ഒരു വലിയൊരു സിനിമ അതിന്റെ ഭാഗമാകുന്നു. ആ നിമിഷങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ? ഒരുപാട് സിനിമകൾ ഞങ്ങൾ മണിച്ചിത്രത്താഴ് ഒന്നിച്ചല്ല ഡബ് ചെയ്തൊക്കെ തനിയെ ഡബ് ചെയ്ത്. അത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പം താളവട്ടമൊക്കെ ചെയ്യുമ്പോൾ ഒന്നിച്ചായിരുന്നു. ചിത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന സീനൊക്കെ ഞങ്ങൾ ഒന്നിച്ച് നിന്നാണ്. വന്ദനം, ഐ ലവ് യു എന്ന് പറയുന്ന സീൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ഒന്നിച്ച് നിന്ന് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. ആ കാലങ്ങളൊക്കെ എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഓർക്കുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോൾ ലാൽ ഇങ്ങോട്ട് പറയാറുണ്ട്. ലാലിൻ്റെ ഏറ്റവും വലിയൊരു നല്ല സ്വഭാവം എന്ന് പറയുന്നത് പഴയതൊരിക്കലും മറക്കില്ല, പഴയ സൗഹൃദങ്ങളെ മറക്കില്ല, ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ മറക്കില്ല എന്നുള്ളതാണ്. ഇങ്ങോട്ട് ചോദിക്കും, നമ്മൾ അന്ന് ഇന്നടത്ത് വെച്ച് കണ്ടതല്ലേ. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ വരെ എത്തി നിൽക്കുന്ന ഈ വളർച്ച കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? എനിക്ക് നിങ്ങൾ പറയണതും കേട്ടുകൂടാ, നിങ്ങൾക്ക് ഞാൻ പറയണതും കേൾക്കാൻ പറ്റില്ല. പറ്റുമോ? പക്ഷെ പ്രേക്ഷകർക്ക് മൈക്കുള്ളത് കൊണ്ട് കേൾക്കാൻ പറ്റും. എന്താണ് ചോദിച്ചേ? ഈ ഒരു നിമിഷത്തിൽ എന്ത് തോന്നുന്നു? എല്ലാ മലയാളികളെയും പോലെ അഭിമാനം, ആവേശം. ലാലേട്ടന് ഇത്രയും നല്ലൊരു ആദരം ജന്മനാട്ടിൽ തന്നെ കിട്ടുമ്പോ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു ആക്ടറെയാണ് നോക്കി കാണുന്നത്. ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു. സോ ഫോർ മീ ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ്. അല്ലാതെ ഇനി അത് മലയാളി. അത്തരത്തിൽ എല്ലാവരും ഈ ഒരു നിമിഷത്തിൽ വളരെ അമൃത ഇതിനകത്ത് വളരെ ഏറ്റവും നമുക്ക് ഗംഭീരമായി നോക്കേണ്ട മറ്റൊരു വ്യക്തിയുണ്ട് അതിനകത്ത്. മോഹൻലാലിന്റെ ആദ്യ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാണ് അറിയൂ? ശങ്കർ ഇവിടെ ഉണ്ട്. അതെ വില്ലൻ ലാലേട്ടൻ നായകൻ. ആ നായകന്റെ വൈറ്റ് നമുക്ക് എടുക്കണം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ശങ്കർ. നടൻ ശങ്കർ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. നടൻ ഇന്ദ്രൻസ്